എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നല്ല ഒന്നാന്തരം ഒരു മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. മീൻകറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ചന്തയിലേക്കൊരു പോക്ക്. ചന്തയിൽ ചെന്നപ്പോൾ അവിടെ അയിലയും മത്തിയും മറ്റൊത്തിരി മീനുകളും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റിന് ഇണങ്ങുന്നത് അയിലയും മത്തിയും ആയതുകൊണ്ട് രണ്ടും 1/2 കിലോ വീതം വാങ്ങി 250 രൂപയും കൊടുത്ത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മീൻ അവർ നേരത്തെ തന്നെ മുറിച്ച് തന്നിട്ടുള്ളതുകൊണ്ട്, അത് വെട്ടി തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല. വീട്ടിൽ വന്നപ്പോൾ അത് കഴുകി വെടിപ്പാക്കി കല്ലുപ്പ് ഇട്ട് തേച്ച് മിനുക്കിയെടുത്തു. അതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കണം. കുടംപുളി ഇട്ട് വെച്ച നല്ല മത്തിക്കറി ആണിത്. കുടംപുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി വെള്ളത്തിലിട്ടു കഴുകിയെടുത്തിട്ട് ചൂടാക്കാൻ വെച്ചു. സ്വല്പം ചൂടാക്കി എടുക്കണം. തേങ്ങ കൊത്തിയിട്ട് തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും കൂടി അരച്ചെടുത്തു. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. വെണ്ണ പോലെ അരച്ചു. അതിനുശേഷം മീനും കഴുകി റെഡിയാക്കിക്കൊണ്ട് അടുപ്പിനെടുത്തുകൊണ്ട് വെച്ചു. മൺചട്ടിയിലാണ് മീൻ കറി വയ്ക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഹെൽത്ത് ഗാർഡ് ഓയിലാണ്. നല്ല ഒന്നാന്തരം എണ്ണയാണ്. റൈസ് ബ്രാൻ ഓയിൽ അഥവാ തവിടെണ്ണയാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ എണ്ണയാണ്. ഈ എണ്ണയ്ക്കൊരു പ്രത്യേകത, നമ്മൾ എത്ര എണ്ണ കൂടുതൽ ഒഴിക്കുന്നോ അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പടമാണ് ഈ കോർണറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് ഇടുക. കടുക് സ്വല്പം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല, സ്വല്പം കുപ്പിയിൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങോട്ട് ഇടുക ചെയ്ത്. കടുക് ഇട്ടതിന് ശേഷം അത് പൊട്ടുന്നതിന് വേണ്ടി, കടുക് പൊട്ടിക്കുമെന്ന് പറയില്ല, കടുക് പൊട്ടുന്നവരെ കാത്തിരിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. കറിവേപ്പില നല്ല സീർക്കാല ശബ്ദത്തോടു കൂടി പൊട്ടി. അതിനുശേഷം സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ടു. അത് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും. അത് ഇളക്കിക്കൊണ്ട് കുറേ സമയം എടുക്കും. ഇളക്കി നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ഇതിലേക്ക് ഇടേണ്ട മസാലകളാണ് ഇപ്പോൾ കണ്ടത്. ഇത് ഫിഷ് മസാല ആൻഡ് ഇത് മഞ്ഞൾപ്പൊടി, ആദ്യം കണ്ടത് മുളക് പൊടി. അപ്പോൾ ഈ കത്തുന്ന തീയിലേക്ക് അതിട്ടാൽ ശരിയാകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിൻ്റെ തീ കെടുത്തിയിട്ട് സ്വല്പം തണുപ്പിച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഭയങ്കര ചൂടാണ് ഇപ്പോൾ അതിന്. അപ്പോൾ അത് നമ്മൾ ആ ഹീറ്റർ കൺട്രോൾ ചെയ്യുന്നത്, അതായത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയെങ്കിലും പിന്നെ ഡോറ് തുറന്ന് വെട്ടം കയറി, പക്ഷേ പെട്ടെന്ന് കറണ്ട് വരികയും ചെയ്തു. KCB പണി മുടക്കിയത് എല്ലാവരും എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടിയുടെ പുറകെ മുളക് പൊടി. ഇതാണ് മുളക് പൊടി ആദ്യമായിട്ട്. അതിന് മുമ്പിട്ടത് ഇതാണ് നമ്മുടെ ഫിഷ് മസാല. ആ ഫിഷ് മസാലയ്ക്കകത്ത് ഈ മീനിൻ്റെ കറിയുടെ മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ്വ സാധനം അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, എന്നാലും എല്ലാ സാധനവും ഉണ്ട്. ഇത് തേങ്ങ അരപ്പാണ്. തേങ്ങ അരച്ച അരപ്പിച്ചും കൂടി ചേർത്ത്. അപ്പോൾ അതിൻ്റെ കളറ് ചുമലയിൽ നിന്ന് മഞ്ഞയായിട്ട് മാറി. അപ്പോൾ അത് എണ്ണയ്ക്കകത്ത് അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. അതൊഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടി അത് പേസ്റ്റ് പോലെയാക്കി കുറുകിയ ചാറായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. മീൻ കഷ്ണം അത് കുറച്ച് വെള്ളമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മുട്ടകളുമുണ്ട്, പരിഞ്ഞീൻ എന്ന് പറയും. അപ്പോൾ മത്തി 2ആയിട്ട് മുറിച്ചതാണ്, ഒരു തലയും ഒരു വാലും. അപ്പോൾ അത് നമ്മൾ കറി കൂട്ടുമ്പോൾ അത് പ്രശ്നമാകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പാണ്, റോക്ക് സാൾട്ട് ഉപ്പാണ്. റോക്ക് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ പൊടിച്ചെടുക്കുന്ന, ഉപ്പിൻ്റെ പാറ പൊടിച്ചെടുത്ത ഉപ്പാണ്. കമ്പനി അങ്ങനെ പറയുന്നത്, ഏത് പാറയാണ് പൊടിച്ചെന്നറിയില്ല. ഇനി അതിനകത്ത് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇനി അത് ചൂടാക്കാനായിട്ട് തിളയ്ക്കാൻ വെച്ചു. നന്നായിട്ട് തിളച്ച് പറ്റിക്കഴിഞ്ഞപ്പോൾ തീർന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.